സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എപ്പോ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്ന് പോലും എനിക്ക് അറിയില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. സംഭവം വേറൊന്നല്ല, ശ്രീകണ്ഠീരവയിൽ കയറി ബാംഗ്ലൂർ എഫ്സിനെ പണിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം അറിയാമല്ലോ. സംഭവം നടന്നിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് ഇതുവരെ ഒരു സിംഗിൾ വീഡിയോ പോലും എനിക്ക് ഇടാൻ പറ്റില്ല. ജസ്റ്റ് ഇൻസ്റ്റയിൽ മാത്രം ആ കളി തീർന്ന സമയത്ത് തൂങ്ങിച്ചാകൽ സംഭവം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ മാത്രമേ ഇട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. കാരണം മറ്റൊന്നുമല്ല, ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനെ സംബന്ധിച്ചിട്ട് അവന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ശ്രീകണ്ഠീരവയിൽ കയറി ഒന്ന് പണിയണം എന്നുള്ളത്. അപ്പോ അത് കഴിഞ്ഞ 11 വർഷമായിട്ട് നമുക്ക് നടന്നിട്ടില്ല. പക്ഷെ അത് ഇപ്പോ സംഭവിച്ചിരിക്കുന്നു. അപ്പം അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും നല്ല സ്ക്വാഡുമായിട്ട് പോയിട്ട് നമ്മൾ ഇതുവരെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ അന്ന് ഇട്ട വീഡിയോയിൽ പറഞ്ഞത്, ബാംഗ്ലൂർ FC ടീം പിരിച്ചു വിടുന്നതാണ് നല്ലത്. കാരണം അവർക്ക് ഇനി എന്ത് യോഗ്യതയാണ് അവർക്ക് കളിക്കാനുള്ളത്? പിന്നെ ഫാൻസ് തൂങ്ങിച്ചെത്തോളുക, ടയർ വേണമെങ്കിൽ നമ്മൾ മേടിച്ചു തരും. അപ്പം ആ ഒരു അവസ്ഥയാണ് ഇപ്പോ നിലവിൽ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോ ഇത്രയും വലിയൊരു സന്തോഷം വന്നപ്പോ പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നൊരു സാധനമായിരുന്നല്ലോ. പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആണ്. പെട്ടെന്ന് ചാടി എണ്ണിച്ച് ഫ്രണ്ട്സിനെയും കൂട്ടി വണ്ടി എടുത്ത് നേരെ ഞങ്ങൾ വിട്ടു. ഇവിടെ 11 മണിക്ക് അടയ്ക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ വരെ ഒന്ന് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുത്ത മന്തി കഴിക്കാൻ പോയി. അപ്പൊ ഒരു ബമ്പ് ചാടിയപ്പോഴത്തേക്കും പോക്കറ്റിൽ നിന്ന് ഫോൺ തെറിച്ചൊന്ന് തറയിൽ പോയായിരുന്നു. അപ്പൊ ഫോണ് ഏകദേശം തീരുമാനമായിട്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ പുതിയ ഡിസ്പ്ലേ ഒക്കെ മാറി കിട്ടാൻ കുറച്ച് ദിവസം എടുക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വീഡിയോ എഡിറ്റിങ്ങും പരിപാടിയും ഒന്നും നടക്കത്തില്ല. എനിക്കറിയത്തില്ല ഈ വീഡിയോ തന്നെ ഞാൻ എപ്പോ അപ്ലോഡ് ചെയ്യുമെന്ന് പോലും. പക്ഷെ എന്തായാലും പറയാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചേക്കാം. ഞാൻ എപ്പോഴെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ വിജയത്തിൽ ഭയങ്കരമായിട്ട് നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. കാരണം ഒരു മരുഭൂമിയിലെ മഴയാണ് പെയ്തിരിക്കുന്നത്. ഒക്കെ ശരിയാണ്. പക്ഷെ എന്നാലും നമുക്കിത് ആഹ്ലാദിക്കേണ്ടതോ സന്തോഷിക്കേണ്ടതായിട്ടുള്ളൊരു സമയമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രശ്നങ്ങൾ കൂടുതലായി പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ മാനേജ്മെന്റുമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് നമ്മൾ അതേപടി തന്നെ തുടരും. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. സോ നമ്മുടെ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ആണ് ഇപ്പോൾ ആഷ്ലിൻ വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന ഒരു മാനേജറെ, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി കോച്ചിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ, ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് കൊണ്ടുവന്നെങ്കിൽ അത് നമ്മളുടെ പ്രൊട്ടസ്റ്റിന്റെ മാത്രം ബലമാണെന്നേ പറയാൻ പറ്റൂ. പിന്നെ അതേപോലെ നമുക്കിപ്പോ പുതിയ അസിസ്റ്റന്റ് കോച്ച് വന്നിട്ടുണ്ട്, അതും നമ്മുടെ പ്രൊട്ടസ്റ്റിന്റെ ബലമാണ്. അപ്പോ ക്യാഷ് വേണ്ടായിരുന്ന കുറച്ച് പ്ലെയേഴ്സിനെ പറഞ്ഞു വിട്ടിട്ട് ക്യാഷ് കൊടുത്ത് വന്ന കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. അപ്പൊ അവര് വന്നതിന്റെ ഇമ്പാക്ട് കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടു. അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് മാത്രം സംഭവിച്ചതാണ്. അതായത് അഭിക് ചാറ്റർജിക്കും കൂട്ടാളികൾക്കും ഹൈ പ്രഷർ കൊടുത്തതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ക്വാഡ്, ഇപ്പോ വന്നിട്ടുള്ള പുതിയ 2 പ്ലേയേഴ്സും ഒക്കെ, ഇപ്പൊ നമ്മുടെ ആ ഒരു സ്ക്വാഡും നമ്മുടെ ഇപ്പോഴത്തെ ഈ കോച്ചും, അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ലൂണയും അസറും ഐമനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു ബെറ്റർ ടീം ആയേനെ, ബെറ്റർ സ്ക്വാഡ് ആയേനെ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ ഒന്നുമില്ല, നമുക്ക് ലൂണേനെ എപ്പോ വേണമെങ്കിലും തിരിച്ചു വിളിക്കാം എന്നുള്ള ഒരു കോൺട്രാക്റ്റിലാണ് ലോണിൽ പോയിട്ടുള്ളത്. സോ ഇപ്പൊ ലൂണയെ ശരിക്കും പറഞ്ഞാൽ വിളിക്കാൻ പറ്റുന്ന ഒരു ടൈമാണ്. നമുക്കൊരു നമ്പർ 10 പ്ലെയർ ഇല്ല. സോ ലൂണ വന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. സോ മാനേജ്മെന്റ് അതുകൂടി ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും. നമുക്കൊരു ലീഗ് തീരുമ്പോഴത്തേക്ക് ഒരു ബെറ്റർ പൊസിഷനിൽ നമുക്ക് എത്താം എന്നുള്ളതാണ്. പിന്നെ അടുത്ത സീസണിലേക്കുള്ള നല്ലൊരു ആത്മവിശ്വാസം കൂടി നമുക്ക് അതിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ അതേപ്പറ്റിയും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക. പിന്നെ ഇന്നലെ കഴിഞ്ഞ കളിയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ആഷ്ലിൻ വെസ്റ്റ്വുഡ് എന്ന മാനേജർക്ക് തന്നെയാണ്. അപ്പോ ആള് കാര്യമായ പണിയെടുത്തിട്ടുണ്ട്, അത്യാവശ്യം ടീമിനെ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഗോൾ കിട്ടി നിൽക്കുന്ന സമയത്ത് പോലും, കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫ്രണ്ട്സിന്റെ കൂട്ടി കളി കാണുന്നത്, അപ്പൊ ഞാൻ അവരോട് പറയുന്നുണ്ട്, വൃത്തിയായിട്ട് കളിക്കുന്നുണ്ട്, ഇന്ന് കുറച്ച് കുഴപ്പമില്ലാണ്ട് കളിക്കുന്നുണ്ട്, കുറെ പാസസ് വീഴുന്നുണ്ട്, ടച്ചസ് ഉണ്ട്, ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ട് കളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ആഷ്ലിൻ കുറച്ച് എന്താ പറയാ ടീം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കളിയിൽ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യം അവരൊരു ഗോൾ അടിക്കുന്നു, ഗോള് ഓൺ ഗോൾ ആണ്. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല. ഫാളോ പക്ഷെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ ആളത് ശരിക്കും പറഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ അത് നടന്നില്ല. സോ പിന്നീട് 2 എണ്ണം നൈസായിട്ട് തിരിച്ചടിക്കുന്നു. അത് രണ്ടാമത്തെ ഗോൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂവിന്റെ എന്താ പറയാ ഗ്യാലറി കയറി അടിച്ച ഒരു പ്രതീതി ആയി പോയി. പെട്ടെന്നൊരു സൈലൻസ് സ്റ്റേഡിയത്തില്, സൈലന്റ് ആയി. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ഞാൻ
എടാ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ബാംഗ്ലൂർ പോകുന്നു തോക്കുന്നു തിരിച്ചു വരുന്നു, പോകുന്നു തോക്കുന്നു തിരിച്ചു വരുന്നു. ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെ എന്റെ കൂടെ സാധാരണ കളി കാണാൻ വരുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ ഞാൻ ചേട്ടാ നമുക്ക് ഈ പ്രാവശ്യം ബാംഗ്ലൂർ പോകണം കേട്ടോ. അവരെല്ലാരും നിഷേധിച്ചു, ഞങ്ങളില്ല, ഞാനില്ല, ഈ സ്കോഡും കൊണ്ട് എന്തായാലും ബാംഗ്ലൂർക്ക് ഇല്ല. അപ്പൊ ഞാനങ്ങ് ഒറ്റയ്ക്കായി പോയി. അപ്പോഴത്തേക്ക് ഞാനും പിന്നെ മടിച്ചു, എന്നാ പോകുന്നില്ല എന്ന് വെച്ചിട്ട് പിന്നെ പോയില്ല. പക്ഷെ ഭയങ്കര നഷ്ടമായി പോയ പോലെ തോന്നുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു, ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന ഒരു പരിപാടിയായിരുന്നു. സോ പിന്നെ നമ്മള് പ്രൊട്ടസ്റ്റ് അത് ഇങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോവേണ്ടത്. ഇപ്പോ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ മാനേജ്മെന്റിന് മനസ്സിലായിട്ടുണ്ട്. ശരിക്കും ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് വിചാരിച്ചിരുന്നത് ഇതൊരു സിമ്പിൾ പരിപാടിയാണ്, 13 മത്സരങ്ങളല്ലേ ഉള്ളൂ, എങ്ങനെങ്കിലും സർവൈവ് ചെയ്ത് നിൽക്കാം എന്നുള്ളൊരു പരിപാടിയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഫുട്ബോൾ ആണ്. നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്ത ക്ലബ്ബുകളുണ്ട്. അപ്പോഴാണ് നമ്മൾ ഒരു പണിയെടുക്കാണ്ട് റിസൾട്ട് ഉണ്ടാക്കാൻ നടക്കുന്നത്. അപ്പോ ഞാൻ കുറച്ചൊന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോ, സെർച്ച് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായത് നമ്മൾ കൊണ്ടുവന്ന ഫോറിൻ പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് പോലും അല്ലായിരുന്നു എന്നുള്ളതാണ്. അവര് പുറത്തൊക്കെ ഇങ്ങനെ നമ്മൾ ഈ സെവൻസ് ഒക്കെ കളിക്കുന്നത് പോലെ തന്നെ അവിടുത്തെ എന്തൊക്കെയോ കളിയൊക്കെ കളിച്ച് നടക്കുന്ന കുറച്ച് പ്ലേയേഴ്സ്. അവരെ കൊണ്ടുവന്നത് തന്നെ പൈസ ഒന്നുമില്ല, നിങ്ങൾക്ക് എക്സ്പോഷർ തരാം, നിങ്ങൾക്കൊരു ഒരു എക്സ്പോഷർ കിട്ടും, നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും, പിന്നെ ഇവിടുന്ന് വേറെ ക്ലബ്ബുകളിലേക്ക് സൈൻ ചെയ്ത് പോകാൻ പറ്റും, നിങ്ങളുടെ കരിയർ മാറും എന്നൊക്കെയുള്ള കുറെ വാഗ്ദാനങ്ങളുടെ പുറത്ത് വന്ന കുറച്ച് പ്ലേയേഴ്സ് ആണ് എന്നുള്ളതാണ്. ഓ എന്ത് തെമ്മാടിത്തരാണ് ആ കാണിച്ചത് എന്നുള്ളതാണ്. മാനേജ്മെന്റ് ഇത്രയും ലേസി ആയിട്ടും ഇത്രയും സിമ്പിൾ ആയിട്ടാണോ നമ്മുടെ ഒരു ലീഗിനെ തന്നെ കാണുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പക്ഷെ ഇപ്പൊ നല്ല രണ്ട് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. സോ അവരുടെ ക്വാളിറ്റി അവർ ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ അവരത് കാണിച്ചു. പിന്നെ അപ്പോ അതൊക്കെയായിരുന്നു നമ്മുടെ കാര്യം. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഇങ്ങനെയാണ് കളിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്കോഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗെയിം പ്ലാനും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇനിയുള്ള മത്സരങ്ങൾ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ നമുക്ക് കാത്തിരിക്കാം, പ്രൊട്ടസ്റ്റുകൾ തുടരുക, മാനേജ്മെന്റ് ഔട്ട്. താങ്ക് യു.